വോയിസ് ഓഫ് ദ ചർച്ചിലേക്ക് വീണ്ടും സ്വാഗതം. AD 345 മെസൊപ്പൊട്ടേമിയയിൽ നിന്നും ന്യായത്വമ്മൻ്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂര് ഇറങ്ങിയ ഒരു സമൂഹം ഇന്ന് വളർച്ചയിലും തനിമയിലും ഇന്ന് മറ്റ് സഭകൾക്ക് മാതൃകയാകുന്ന രീതിയിൽ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ഇന്ന് ജ്ഞാനായ സഭ കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ പടർന്നു പന്തലിച്ച് അതിശക്തമായ ഒരു സമൂഹമായി, ഒരു സമുദായമായി മാറിക്കഴിഞ്ഞു. അവരുടെ വിശ്വാസ ജീവിതത്തെ പ്രോജ്വലിപ്പിക്കുന്ന അഭിവന്ദ്യ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അഭിവന്ദ്യ പിതാവെ, അങ്ങേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. പിതാവെ, ഈ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമാണ് ക്രൈസ്തവരുടെ ജീവിതം എന്ന് പറയുന്നത്. അവൻ്റെ എല്ലാ ജീവിതവും, അവൻ്റെ നന്മയും, അവൻ്റെ എല്ലാ നന്മകളും ശരിക്കും വിശുദ്ധ കുർബാന, നമ്മളിങ്ങനെ ഇരിക്കുന്നത് പോലും വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായതുകൊണ്ട് തന്നെയാണ്. വിശുദ്ധ കുർബാനയോടുള്ള ആദരവ്, വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം, അത് ഈ നൂറ്റാണ്ടിൽ, ഈ കാലഘട്ടത്തിൽ വർദ്ധിപ്പിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമാണ്. കാരണം അതാണല്ലോ സത്യം പറഞ്ഞാൽ ഈശോയുടെ ജനന മരണ ഉത്ഥാനങ്ങൾ. അതൊരു ദൈവികമായ രഹസ്യമാണ്. ഈശോയുടെ പരസ്യജീവിതം, അപ്പസ്തോലന്മാർ എങ്ങനെ ഈശോയോട് ചേർന്ന് നടന്നോ ആ അനുഭവത്തിലേക്ക് നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ ഈശോയോടെ ജീവിക്കുന്നു. ഈശോയുടെ രഹസ്യങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നു, അത് നമ്മൾ ജീവിക്കുന്നു, അത് നിങ്ങൾ സ്വീകരിക്കുന്നു. അതിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ തുടർന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതം, അതിന്ന് തീർച്ചയായിട്ടും അതിൻ്റെ ചൈതന്യം വീണ്ടെടുക്കേണ്ടതുണ്ട്. കുടുംബത്തിലെ മാതാപിതാക്കൾ ഒരുമിച്ച് പോയി വിശുദ്ധ കുർബാനയിൽ, അതിനാണല്ലോ ഞായറാഴ്ച ആചരണം എന്ന് പറയുന്നത്, അതിന് മുടക്കം വരാതെ അതിൽ പങ്കുചേരുക. പല ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ, അസൗകര്യങ്ങളുടെ പേരിൽ വിശുദ്ധ കുർബാന, ഞായറാഴ്ച കുർബാന പലരും ഒഴിവാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് നമ്മുടെ ചെറുപ്പക്കാർക്ക്, കുട്ടികൾ കൊടുക്കുന്ന സന്ദേശം? ഒരു ദിവസത്തിലെ, ഒരാഴ്ചയിലെ ഏറ്റവും പ്രധാനമായും എൻ്റെ കുടുംബജീവിതത്തിന്, എൻ്റെ വ്യക്തി ജീവിതത്തിന് കിട്ടേണ്ട ഒരു ആത്മീയ ഭക്ഷണം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ ലോകത്തിൻ്റേതായ മറ്റനേകം കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചിലത് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കുറവാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു കുടുംബജീവിതം, പൗരോഹിത്യം, സന്യാസം, നമ്മളെല്ലാം സഭയൊന്നാകെ വിശുദ്ധ കുർബാനയ്ക്ക് കൂടുതൽ അർഹിക്കുന്ന പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ടതുണ്ട്. അതിലൂടെ കിട്ടേണ്ട ഒരു അനുഗ്രഹം, ഒരു കൃപ, ഒരു ശക്തി ഇനിയും നമ്മൾ വീണ്ടെടുക്കേണ്ടത്. പിതാവ് പറഞ്ഞതുപോലെ മാതൃകകൾ, അതാണ് യുവാക്കളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത്. വിശുദ്ധ കുർബാന ആയിക്കോട്ടെ, നമ്മുടെ സഭാത്മക ജീവിതങ്ങളിലൊക്കെ ഇത്തരം ബോധപൂർവമായ ഇടപെടലുകളും മാതൃകകളും ഇന്ന് കുറയുന്നതും യുവാക്കളെ അൾത്താര അടുപ്പത്തിൽ നിന്ന് മാറ്റുന്നതായി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു മാതൃക കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ മാതൃക കുറയുന്നു എന്നുള്ളത് സത്യമാണല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും അതിൽ കുറ്റക്കാരാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അടുത്ത വർഷം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അത് ആഘോഷിക്കണമെന്നാണ്. വിശ്വാസത്തെ ആഘോഷിക്കുക, സഭയെ ആഘോഷിക്കുക, ഈശോയെ ആഘോഷിക്കുക. അപ്പോൾ ഈ ഒരു ആഘോഷമായിട്ട് ജൂബിലിയെ കാണണമെന്ന് പരിശുദ്ധത ആഗ്രഹിക്കുന്നു. അപ്പോൾ ജൂബിലി എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെടുക്കുക വീണ്ടെടുക്കുക എന്നുള്ളതാണ്. പുറകോട്ട് നോക്കി തെറ്റുകൾ തിരുത്തി നന്നായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണല്ലോ ജൂബിലി ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജൂബിലി ആഘോഷം പോലും നമുക്ക് നമ്മുടെ യുവജനങ്ങളെ ഒക്കെ കൂടുതൽ സഭയിലേക്ക് ആകർഷിക്കാനായിട്ട് നമ്മൾ കൂടുതൽ ബോധപൂർവമായി ശ്രമിക്കുക, അതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കുക, കർമ്മ പദ്ധതികൾ ആലോചിക്കുക എന്നുള്ളത്. അതായത് വീണ്ടെടുക്കുക. നമുക്ക് പലതും നഷ്ടമായിട്ടുണ്ട്, അതിനെ വീണ്ടെടുക്കുക. നമ്മുടെ ആത്മീയത വീണ്ടെടുക്കുക. നമ്മളൊരു സാഹോദര്യം, നന്മകൾ നഷ്ടപ്പെട്ടു നമ്മുടെ നന്മകൾ വീണ്ടെടുക്കുക. കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുക, ഈ ആത്മീയമായ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുക, കൗതാശിക ജീവിതം ശക്തിപ്പെടുത്തുക, കുടുംബത്തിൻ്റെ ഭദ്രത, ആത്മീയത വീണ്ടെടുക്കുക. ഇതെല്ലാം വീണ്ടെടുപ്പിൻ്റെ ഒരു കാലമാണ് ഈ ജൂബിലി വർഷം എന്ന് നമുക്ക് അതിനെ കാണാം. പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നത് അതാണ്. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ
നമുക്ക് ശ്രമിക്കാം. തീർച്ചയായിട്ടും പിതാവ്, നമുക്കിപ്പോൾ യുവാക്കളുടെ കുടിയേറ്റത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷേ അത് അപ്പോൾ യുവാക്കൾ ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു. വലിയൊരു ഗണം, അതായത് പ്രായമായവരുടെ ഗണം നമ്മുടെ അതിരൂപതയിലും ഒക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ഒറ്റപ്പെട്ടു പോകുന്നു. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓൺലൈനിൽ മാത്രം തങ്ങളുടെ മക്കളെ കാണാൻ കഴിയുന്നു. തങ്ങളുടെ ആരോഗ്യമുള്ള ബന്ധുജനങ്ങളെയും അവർക്ക് ഓൺലൈനിൽ മാത്രം കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ റിട്ടയറായ ആളുകൾ, പ്രായമായ ആളുകൾ ഇവിടെ അവശേഷിക്കുകയാണ്. അതൊരു അജപാലന രംഗത്ത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് തീർച്ചയായും. അതിന് കോട്ടയം അതിരൂപതയ്ക്ക് എന്തൊക്കെ കർമ്മപദ്ധതികളാണ്? പ്രായം ചെന്നവരുടെ എണ്ണം ആനുപാതികമായിട്ട് കേരളത്തിൽ കൂടുന്നുണ്ട്. യുവജനങ്ങൾ ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ രണ്ട് പ്രതിഭാസങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പം പ്രായം ചെന്നവരുടെ എണ്ണം കൂടുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ നിൽക്കുമെന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം ഈ പ്രായത്തിലുള്ളവർ ഇവിടെ കാണും, അത് കഴിഞ്ഞ് ഉള്ളവർ ഇവിടെ കാണുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു അന്ന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും ഇപ്പോൾ ഈ ഒരു പ്രായം ചെന്നവരുടെ എണ്ണം കേരളത്തിൽ നമ്മുടെ രൂപതകളിൽ കൂടുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അതിനെ എങ്ങനെയാണ് നമുക്ക് നേരിടാൻ കഴിയുക? പല വിധത്തിൽ, പല രീതിയിൽ പല രൂപതകളും ഇതിനെ, ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് അതുപോലെ തന്നെ ഗവൺമെൻറ്റുകളും ശ്രദ്ധിക്കുന്നുണ്ട്. പാലിയേറ്റീവ് ആയിട്ടുള്ള ഭവനങ്ങളോ സംവിധാനങ്ങളോ ഒരുക്കുക. ഇടവകളിൽ അത് പല ഇടവകളിലും ഞങ്ങളത് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ടീമുണ്ടായി, പാലിയേറ്റീവ് യൂണിറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി പ്രായം ചെന്നവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുക. ആ ടീമിൽ ഡോക്ടേഴ്സോ നേഴ്സുമാരൊക്കെ ഉണ്ടാവുക. അങ്ങനെ പഠിച്ച ആയിട്ടുള്ള ആളുകൾ അവർ ഈ രോഗികളായിട്ടുള്ള അല്ലെങ്കിൽ കിടപ്പ് രോഗികളുടെ അടുക്കൽ പോയി അവർക്ക് ആവശ്യമായിട്ടുള്ള ശുശ്രൂഷകൾ ഒക്കെ നടത്തി അത്യാവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചില മെഡിക്കേഷൻസൊക്കെ നൽകി നിരന്തരമായിട്ട് റെഗുലറായിട്ട് അവരെ സന്ദർശിക്കുന്ന പാലിയേറ്റീവ് യൂണിറ്റുകൾ, അത് സാധിക്കുന്ന അത്ര ഇടവകളിൽ അല്ലെങ്കിൽ ഇടവകൾ കൂട്ടിച്ചേർന്ന് അത് നടത്താവുന്നതാണ്. ഞങ്ങളുടെ പല ഇടവകളിൽ അങ്ങനെയുണ്ട്. അത് പലർക്കും ചെയ്യാവുന്നതാണ്, പലരും ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. രണ്ടാമത്തെ ഒരു കാര്യം, അതും എല്ലാവരും തന്നെ ആരംഭിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വൈദികർ കഴിയുന്നിടത്തോളം ഇവരുടെ ഭവനങ്ങൾ പോയി സന്ദർശിക്കുന്നു, അവരെ കുമ്പസാരിപ്പിക്കുന്നു. അങ്ങനെ അവർക്ക് വർഷത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും നോമ്പ് കാലത്ത് അവരെ പള്ളിയിൽ കൊണ്ടുവരുന്നു, ഒരുമിച്ച് അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. അതിന് യുവജനങ്ങൾ നേതൃത്വം കൊടുക്കുന്നു. അപ്പോൾ അത് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പുതിയൊരു ശുശ്രൂഷയാണ്. വൈദികർ കൂടുതൽ അവരെ സന്ദർശനം നടത്തുന്നു, കുമ്പസാരിപ്പിക്കുന്നു, വിശുദ്ധ കുർബാന കൊടുക്കുന്നു, അവരുടെ ക്ഷേമാന്വേഷണങ്ങൾ നടത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പുതിയ ഒരു ശുശ്രൂഷ ജപാലനപരമായിട്ട് വളർന്നു വരികയാണ്. അത് പല വൈദികരും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രായം ചെന്നവർക്ക്, അവർക്ക് കടപ്പ് രോഗികളല്ല, പക്ഷേ അവർ മാത്രമേ ചില വീട്ടിൽ കാണത്തുള്ളൂ. അപ്പോൾ അവരുടെ ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അവർക്ക് കറണ്ട് ചാർജ് അടയ്ക്കണം, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ചില ഷോപ്പിങ്ങുകൾ നടത്തണം. അപ്പോൾ നമുക്ക് നമ്മുടെ യുവജന സംഘടനയൊക്കെ ബന്ധപ്പെട്ട് ഈ പറയുന്ന വീടുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ സമയത്ത് അതിനൊരു ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കി അവരുടെ വീടുകൾ പോയി സന്ദർശിച്ച് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ യുവജന സംഘടനകൾക്ക് സാധിക്കും. അപ്പം എന്നെ കരുതാൻ ആളുണ്ട്, എന്നെ സഹായിക്കാൻ എൻ്റെ ഇടവകയുണ്ട്, അവിടുത്തെ സംവിധാനങ്ങളുണ്ട് എന്നൊരു അടുപ്പം. ഇതൊരു കുടുംബമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രായം ചെന്ന ആളുകളെ സഹായിക്കാനായിട്ട് ഇടവക സംവിധാനം ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഇനി അവരുടെ ജന്മദിനങ്ങളോ മറ്റ് വിശേഷ അവസരം വരുമ്പോൾ അവരുടെ അടുക്കൽ പോകുന്നു, അവർക്കൊരു കേക്ക് കൊടുക്കുന്നു, അവരെ ഒന്ന് ആദരിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമാണ് എന്ന രീതിയിൽ പരിഗണിക്കാനൊരു അവസരം അതുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് കേൾക്കുന്ന ഒരു 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 വലിയൊരു ആശങ്ക എന്ന് പറയുന്നത്, അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, പലരും വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്, വെൽ ട്രെയിൻഡ് ആണ്. ഇനി ഉള്ള ഞങ്ങളുടെ ജീവിതം സഭയ്ക്ക് വിട്ടുതരാൻ തയ്യാറാണ്. അത് സമൂഹ നിർമ്മിതിക്ക്, സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്ക്, ആ രീതിയിൽ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസന കർമ്മരേഖകൾ നമുക്ക് തയ്യാറാക്കി. തീർച്ചയായിട്ടും. അത് വിട്ടുപോയ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ പറയുന്ന പ്രായം ചെന്നവർക്ക് വേണ്ടിയിട്ട് പകൽ വീടുകൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി വൈകുന്നേരങ്ങളിൽ ചില ഒരു ഫോറോനയുടെ കീഴിലോ അല്ലെങ്കിൽ ഒരു ഇടവകയിൽ ചില സായാഹ്നങ്ങളിൽ അവരെ കൊണ്ടുവന്നു അവർക്ക് ചില ക്ലാസ്സുകൾ കൊടുക്കുന്നു, അവർക്ക് ഉല്ലാസത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു, ചെറിയൊരു ഭക്ഷണം കൊടുക്കുന്നു, പരസ്പര ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു. അങ്ങനെയുള്ള പകൽ വീടുകൾ ഒരു ഫോറോനയിലോ ഇടവകയിലോ ഒക്കെ നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. പിന്നെ വൃദ്ധസദനങ്ങൾ, ഇപ്പോൾ ഞങ്ങളുടെ രൂപതയിലാണെങ്കിൽ
ആ, പലർക്കും വിദേശത്തെ മക്കളുണ്ട് ഇവിടെ നല്ല നല്ല പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സദനങ്ങൾ ഞങ്ങളുടെ അതിരൂപതയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല തലങ്ങളിൽ ഇവരുടെ ഇപ്പോൾ നേരിടുന്ന വിഷയങ്ങളെ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ജോർജ് ചോദിച്ച ചോദ്യം, ഇപ്പോൾ ഉന്നയിച്ച ചോദ്യം ഇതാണ്. റിട്ടയർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള 60 വയസ്സിന് മേലെയുള്ള ആളുകളുടെ ആ ശേഷി, അവരുടെ അറിവ്, അവരുടെ കഴിവുകൾ, അവർക്ക് സമ്പത്ത് എന്ന് പറയാൻ ഉള്ള കാര്യങ്ങൾ സഭയ്ക്ക് എങ്ങനെ അത് പ്രയോജനപ്പെടുത്താം, അവർ റെഡിയാണ്. പല രീതിയിലാണ് അത് നമുക്ക് സഭയ്ക്ക് അത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒന്ന്, പല മേഖലകളിൽ റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകളുടെ സംഗമങ്ങൾ വയ്ക്കുക, സാമൂഹ്യ സേവന വിഭാഗത്തിലൂടെ ചെയ്യാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് അധ്യാപകരായി റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകൾ. വിദേശ രാജ്യങ്ങളിൽ അത്രയും നമുക്ക് നമ്മുടെ നാട്ടിൽ അത്രയും കൂടുതൽ ഒരു സർവീസ് സെക്ടറിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ചില പരീക്ഷണങ്ങൾ നമുക്ക് നടത്താനായിട്ട് പറ്റും. അധ്യാപകരായിട്ടുള്ള റിട്ടയർ ചെയ്ത അധ്യാപകർ പലരും ഈ നാട്ടിലുണ്ട്. അപ്പോൾ അവരെ വിളിച്ചുകൂട്ടി അവരുടെ കഴിവുകൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതെന്ന് അവരോട് തിരക്കുക. നമ്മുടെ നീഡ്, ഇപ്പോൾ സമൂഹത്തിലുള്ള ചില നീഡുകൾ അവരോട് പറയുക. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രായോഗികമാക്കാവുന്നതെന്ന് അവരുമായിട്ട് ചർച്ച ചെയ്യുക. ഇനി അത് ബന്ധപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്ത് പ്രായോഗികമായിട്ട് ചില കർമ്മപദ്ധതികൾ അവരെ കൂട്ടിയിരുത്തി നമുക്ക് സംഘടിപ്പിക്കാനായിട്ട് പറ്റും. മറ്റൊന്ന്, റിട്ടയർ ചെയ്ത ഗവൺമെൻറ് സെക്ടറിലുള്ള ആളുകൾ. അപ്പോൾ അവരെ വിളിച്ചു കൂട്ടിയിട്ട് അവരെന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്, അവർക്ക് ചെയ്യാനുള്ള സാധ്യത എന്താണെന്ന് അവർ പറയും. ഇനി രൂപതയിലുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിനുള്ള ആവശ്യം എന്താണെന്ന് നമ്മൾ പറയുക. ഇതിനെ എങ്ങനെയാണ് അവർക്ക് സഹായിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക. പിന്നെ അങ്ങനെയുള്ള പാക്കേജുകൾ നമ്മൾ സൃഷ്ടിക്കുക, ആലോചനകൾ നടത്തുക. അപ്പം അതുപോലെ തന്നെ ഈ കുട്ടികൾ, യുവജനങ്ങൾ, അവരുടെയൊക്കെ കൂട്ടായ്മകളിൽ ഇവരെ കൂട്ടിച്ചേർക്കാനായിട്ട് ശ്രമിക്കുക, അവരെ നല്ല കൗൺസിലറായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ യുവജന കൂട്ടായ്മകളിൽ മറ്റുമൊക്കെ അവരെ ബന്ധപ്പെടുത്തി നിർത്തുക. നമ്മുടെ ചില സെക്ടറുകൾ അവരെ ഏൽപ്പിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. ചില സംരംഭങ്ങൾക്ക് അവർക്ക് ഉപദേശകരായിട്ടോ മാർഗനിർദ്ദേശം നൽകുന്ന വ്യക്തികളായിട്ടോ പണവുമുണ്ട്. അവരുടെ റിസോഴ്സ് ഏതെല്ലാം അവരുടെ റിസോഴ്സ് ആണോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരോട് ആലോചിച്ച് നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം കൂടുതൽ ആളുകൾ റിട്ടയർ ചെയ്ത് നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ നമ്മുടെ ആൾക്കാർ അങ്ങോട്ടൊരു മൈഗ്രേഷൻ വളരെ ശക്തമാണ്. അത് പിതാവ് പറഞ്ഞ പോലെ അതൊന്നും തടയാൻ കഴിയില്ല. മലബാറിലേക്ക് ഇന്ന് കുടിയേറി, ഇപ്പോൾ അങ്ങോട്ടേക്ക് കുടിയേറുന്നു. പിതാവ്, ഇവിടെ വൈദികരെ കൂടുതലായി സീറോ മലബാർ സഭയ്ക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ആവശ്യമുള്ള ഒരു സമയം തന്നെയാണിത്. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി അതുപോലെ അവിടെ വളരുകയാണ്. അത് നല്ല വിശ്വാസത്തിൽ അവർ മുന്നോട്ട് പോകുവാൻ കൂടുതൽ വൈദികരെ അങ്ങോട്ടേക്ക് ആവശ്യം ഉള്ള ഒരു സമയമാണ് ഇതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതിനുള്ള രൂപരേഖകളൊക്കെ തീർച്ചയായിട്ടും തയ്യാറാക്കിയിട്ടുണ്ടാവും. വിദ്യാഭ്യാസ കുടിയേറ്റം അല്ലെങ്കിൽ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ബ്രെയിൻ ട്രെയിൻ എന്നാണല്ലോ പറയുന്നത്. അതായത് ഈ നമ്മളുള്ള ഈ രാജ്യത്ത് അതൊരു ബ്രെയിൻ ട്രെയിനാണ്. പക്ഷേ സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോകുന്നത് അമേരിക്കയിലേക്ക്. അവിടെ നമുക്ക് ഷിക്കാഗോ സീറോ മലബാർ രൂപതയുണ്ട്. നമ്മൾ പോകുന്ന കാനഡയിൽ, നമ്മുടെ കുട്ടികൾ കൂടുതൽ പോകുന്നത് അവിടെ കാനഡയിൽ മിസിസാഗോ സീറോ മലബാർ രൂപതയുണ്ട്. നമ്മുടെ കുട്ടികൾ പോകുന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ, നമുക്ക് ഗ്രേറ്റ് ബ്രിട്ടനിൽ സീറോ മലബാർ രൂപതയുണ്ട്. അതുപോലെ തന്നെ മെൽബൺ, അവിടെ മെൽബൺ സീറോ മലബാർ രൂപതയുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെയിൻ ട്രെയിൻ എന്ന് പറയുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ബ്രെയിൻ ഗെയിൻ ഉണ്ടാവുകയാണ്. ശരിയാണ്, നമ്മൾ അഭ്യസ്തവിദ്യരായിട്ടുള്ള കൂടുതൽ ആളുകൾ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ മാതൃസഭയിൽ ഒരു ശോഷണമുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും അതൊരു മറ്റൊരു ബ്രെയിൻ ഗെയിനായിട്ട് വളരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം അവിടെയൊക്കെ സഭാ സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക, അവിടേക്ക് ചേരുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തിൽ നമ്മുടെ മക്കളിലൂടെ വിശ്വാസം കൂടുതൽ വ്യാപകമാകുകയാണ്, ഇല്ലേ? തീർച്ചയായിട്ടും. വിശ്വാസം കുറയുന്ന ലോകത്ത് വിശ്വാസം വ്യാപകമാകുകയാണ്. അപ്പോൾ നമ്മൾ വഴിയായിട്ട് തീർച്ചയായിട്ടും അമേരിക്കൻ ഷിക്കാഗോ രൂപത വഴിയായിട്ട് എത്രയോ വൈദികർ അവിടെ ചെന്നിരിക്കുന്നു. എത്രയോ ഇടവകൾ ഞങ്ങൾക്ക് നാനേക്കാട് ഉൾപ്പെടെയുള്ള സീറോ മലബാർ രൂപതയുടെ കീഴിലുണ്ട്.
അത് സജീവമാവല്ലേ. ക്നാനായ അമേരിക്ക സജീവമാണ്. ക്നാനായ മിഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നമുക്ക് സിറോ മലബാർ രൂപതയുടെ കീഴിൽ 20ഓളം പള്ളികളുണ്ട്. അതുപോലെ തന്നെ ഗ്രേറ്റ് ബ്രിട്ടനിൽ ജ്ഞാനായ മിഷനുണ്ട്, ഓസ്ട്രേലിയയിൽ ജ്ഞാനായ മിഷനുണ്ട്, കാനഡയിലുണ്ട് ജ്ഞാനായ മിഷൻ. അപ്പോൾ അവിടെ എല്ലാം നമ്മുടെ ആളുകളെ ചെന്ന് ചില പള്ളികൾ വാങ്ങുന്നു, കുർബാനകൾ നടക്കുന്നു, കൂതാശകൾ സ്വീകരിക്കുന്നു. സജീവമായിട്ടുള്ള കൂട്ടായ്മകൾ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ കത്തോലിക്ക സഭ വളരുന്നു. സിറോ മലബാർ സഭ എന്ന നിലയിൽ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു. ജ്ഞാനായ മക്കളെ കുറിച്ച് പറയുന്നത് വലിയൊരു നന്മയുടെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഒരാൾ ഒരു കുടുംബത്തിൽ നിന്നൊരു രാജ്യത്തോ പ്രദേശത്തോ പോയി രക്ഷപ്പെട്ടാൽ അവരവരുടെ കുടുംബാംഗങ്ങളെയും അയൽക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടുപോയി രക്ഷപ്പെടുത്തുന്നു എന്ന് പറയുന്ന നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ഒരു സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു കൂട്ടായ്മയുടെ പ്രത്യേകതയാണ്. കാരണം ജ്ഞാനായക്കാരുടെ ഒരു വളരെ സഹജമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്. ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് അവരെ വിശേഷിപ്പിച്ചിരുന്നത് എന്താ, ഒരു പങ്കുവയ്ക്കുന്ന സമൂഹം എന്ന നിലയിലാണല്ലോ. ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെയുള്ള ഒരു വിശേഷണം മാത്രമല്ല, സത്യമാണ്. കാരണം ഞങ്ങൾ കഴിയുന്നിടത്തോളം ഏതെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാനുള്ള ഒരു സന്മനസ് കൂടുതലുണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച്. കാരണം മറ്റുള്ളവരെ സഹായിക്കാൻ, ഒരു രോഗം വന്നാൽ, അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുന്ന കാര്യം വന്നാൽ, വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം അങ്ങൊരു സഹായിക്കാനും പങ്കുവയ്ക്കാനുമുള്ള ഒരു മനസ്ഥിതിയുണ്ട്. ഞങ്ങളുടെ ഒരു ദേവാലയങ്ങൾ പണിയുന്നൊരു വശത്ത് ഈ കൊറോണ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഓരോ ഘട്ടത്തിലും മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ വളരെയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അതിരൂപതയിൽ തന്നെ ഞങ്ങളുടെ ശതാബ്ദിയോടനുബന്ധിച്ച് യുവജനങ്ങൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങൾ ഒരു വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചു. അന്ന് 4.5 കോടി രൂപയാണ് ഞങ്ങൾ സമാഹരിച്ച അന്ന്. അത് ഞങ്ങൾ കുട്ടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 12.5 കോടിയായി. 12.5 കോടിയാണ് ഇപ്പോൾ ഞങ്ങൾക്കത് മൂലധനമായിട്ടും കൊടുത്ത പണമായിട്ട് കൂട്ടുമ്പോൾ 12.5 കോടി എത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും തന്നെ 1 കോടി അടുത്ത രൂപ ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനായി ഈ ഫണ്ടിലൂടെ കൊടുക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പല മേഖലകളിൽ പല വിധത്തിൽ പങ്കുവയ്ക്കുന്നൊരു മനോഭാവം ഇന്നും സജീവമായിട്ട് ഞങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നു. ജ്ഞാനായ മക്കൾ അവരുടെ തനിമയെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന, ഊറ്റം കൊള്ളുന്ന ഒരു വിഭാഗം തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ മറ്റ് സീറോ മലബാറിൻ്റെ തന്നെ അല്ലെങ്കിൽ ക്രൈസ്തവൻ്റെ മറ്റ് മതധാരകളെന്ന് പറയില്ല, മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിവാഹം കഴിക്കുമ്പോൾ തീർച്ചയായും നമ്മളിൽ നിന്ന് അവർ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അത്തരം വിട്ടുപോക്കലുകൾ സഭയുടെ ശക്തിയെ കുറയ്ക്കുന്നതാണ്. അല്ല, ഈ പോകുന്നത് ആനുപാതികമായിട്ട് പോകുമ്പോൾ വലിയൊരു നമ്പർ പോകുന്നെന്ന് പറയാൻ പറ്റില്ല. വളരെ കുറച്ച് പേര് തീർച്ചയായിട്ടും അത് പല കാരണങ്ങൾ കൊണ്ട് പോകുന്നുണ്ടാവാം. അല്ലെങ്കിൽ സാധാരണഗതിയിൽ, കാരണം ഇതൊരു ഞങ്ങളുടെ തെക്കും ഭാഗ സമുദായത്തിലെ ജ്ഞാനായ സമൂഹം എന്ന് പറയുന്നത് അത് അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിലൂടെയാണ് നിലനിൽക്കുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില പാരമ്പര്യങ്ങളുണ്ട്. ആ പാരമ്പര്യങ്ങളെല്ലാം ഒരു സാമൂഹ്യമായിട്ട്, അതുപോലെ തന്നെ ഒരു കൾച്ചർ എന്ന നിലയിൽ ഞങ്ങളതിനെ പരിപോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ആ ഒരു കൂട്ടായ്മ ശക്തമാക്കാൻ ഞങ്ങളുടെ വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന കർമ്മങ്ങൾ, അത് തലേദിവസം നടക്കുന്ന കർമ്മങ്ങളൊക്കെ വളരെ പുരാതന പാട്ടുകൾ, ഇതെല്ലാം ഞങ്ങളുടെ അസ്തിത്വം, ഞങ്ങളുടെ സ്വത്വബോധം നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് വിവാഹത്തിൻ്റെ ആചാരങ്ങൾ. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴുള്ള പാട്ടുകൾ, നടപടികൾ, അപ്പോൾ ആ പാട്ടിനകത്തെല്ലാം ഞങ്ങളുടെ ചരിത്രമുണ്ട്. അത് ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാം. അപ്പോൾ അത് ഞങ്ങളുടെ ആഘോഷങ്ങളിലുണ്ട്. വിശ്വാസ പരിശീലന ഭാഗമായിട്ട് സെക്കൻഡ് പേപ്പർ അത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലെ ഏത് ചടങ്ങ് വന്നാലും ഇത് ഏതെങ്കിലുമൊക്കെ പാട്ടുകളും ഒക്കെ ആയിട്ട് അതുണ്ടാവും. നമുക്ക് കുട്ടികളെ അത് പഠിപ്പിക്കാറുണ്ട്, പരിചയിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും ഒരു സംസ്കാരം, ഒരു കൂട്ടായ്മ, ഈ വിശ്വാസവും ഇതിനോട് ചേർന്ന് നിലനിർത്താനായിട്ട് ഞങ്ങൾ ഇന്ന് പരിശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാനൊരു ജ്ഞാനായ സമുദായം അംഗമാണ് എന്ന് അഭിമാനത്തോടെ പറയുന്ന ഇപ്പോൾ യുവാക്കളടക്കമുള്ള ആളുകൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, ഞാനൊരു ജ്ഞാനായ സമുദായ അംഗമാണ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം, അത് പാട്ടുകളിലൂടെയും വിവിധ കലകളിലൂടെയും അവനെ സന്നിവേശിപ്പിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ആ വിജയം. പിതാവേ, അതുപോലെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആത്മായ ശാക്തീകരണം എന്ന് പറയുന്നത്. നമ്മുടെ സഭയിൽ നമുക്കറിയാം, ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ്, KCYL, വനിതകൾക്ക് മതാക്കൾക്ക് വേണ്ടിയുള്ള സംഘടനകൾ, അങ്ങനെ ഒട്ടനവധി സംഘടനകൾ ഉണ്ട്. എങ്കിൽ പോലും നമുക്കറിയാം, സിലബസ്
10 വർഷം മുമ്പുള്ള സിലബസും ഇന്ന് പറയുന്ന സിലബസും തമ്മിൽ വലുതായ ഒരു അന്തരമൊന്നും നമുക്ക് അനുഭവവേദ്യമാകുന്നില്ല. അൽമായരെ അത് സഭയുടെ ഭാഗം തന്നെയാണ്. വൈദികരും സിസ്റ്റേഴ്സും എന്നതുപോലെ തന്നെ അൽമായരെയും കുറച്ചും കൂടെ സഭയുടെ മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഞങ്ങളുടെ സമുദായ സംഘടനകൾ എന്ന് പറയുന്നത് ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ്, ജ്ഞാനായ കാത്തലിക് വിമൻസ് അസോസിയേഷൻ, ജ്ഞാനായ കാത്തലിക് യൂത്ത് ലീഗ്, ഇതാണ് ഞങ്ങളുടെ 3 സമുദായ സംഘടനകൾ. അതൊരു സമുദായം എന്ന നിലയിൽ വളരെ ശക്തമായ സംഘടനകളാണ്. ഞങ്ങളുടെ എല്ലാ ഇടവകളിലും വളരെ ശക്തമായ യൂണിറ്റുകൾ, അത് നാട്ടിൽ മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഒരു 2 ജ്ഞാനായക്കാരുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു സംഘടന, ജ്ഞാനായ സംഘടന തുടങ്ങിയിരിക്കും. അത് യുവജനങ്ങളുടെയും തുടങ്ങും. കാരണം അത്രമാത്രം ശക്തമാണ് ഈ ഒരു തെക്കും ഭാഗ സമുദായത്തിൻ്റെ ജ്ഞാനായക്കാരുടെ ആ സാമുദായികമായിട്ടുള്ള ബോധം. അപ്പോൾ അതെല്ലാം വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അൽമായർക്ക് തീർച്ചയായിട്ടും ഒരു റോള് ആ സഭയിൽ എല്ലാ കാലത്തും ഉണ്ട്. നമ്മളത് പ്രകടമാക്കി കൊണ്ടുവരിക എന്ന് മാത്രമേ ഉള്ളൂ. എന്നും അൽമായർ കൂടി ഉൾപ്പെടുന്നതാണല്ലോ സഭ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളൊരു ഹൈറാക്കി എന്ന് പറയുമ്പോൾ അതിനകത്ത് അൽമായരില്ല എന്ന് നമ്മൾ അർത്ഥമാക്കേണ്ടതില്ല. ആ അൽമായരും ഉൾപ്പെടുന്ന ഹൈറാർക്കിയാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൽമായർക്ക് അൽമായരുടേതായ റോളുണ്ട്. അൽമായ ശാക്തീകരണമാണ് വൈദികരുടെയും മെത്രാന്മാരുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അൽമായരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുക, അവർക്ക് അവസരങ്ങൾ നൽകുക. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും ഉണ്ടാവണം, അവർക്ക് നൽകപ്പെടണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇടവുകളൊക്കെ എടുക്കുമ്പോൾ പാരിഷ് കൗൺസിൽ, കൂടാര യോഗങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം ഇതെല്ലാം അൽമായ ശാക്തീകരണത്തിനുള്ള കാര്യങ്ങളാണ്. പരിശുദ്ധ പിതാവ് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി നമ്മൾ അവരെ കേൾക്കണം. അപ്പോൾ അത് എല്ലാ അൽമായരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് കുറച്ചുകൂടി കേൾക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ അൽമായരെ കേൾക്കപ്പെടണം, അൽമായരെ നമ്മൾ ശ്രവിക്കണം, അൽമായരോടൊത്ത് യാത്ര ചെയ്യണം, അൽമായരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഏതെല്ലാം മേഖലകളിൽ കൊടുക്കാൻ പറ്റുമോ അങ്ങനെ കൊടുക്കണം. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അൽമായർക്ക് കൂടുതൽ പ്രാതിനിധ്യവും റോളും കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ യാത്ര മുതൽ പല ഘട്ടങ്ങളിലും പല നിർണായക തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അൽമായരാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുപോലെ പിതാവേ, ദൈവം ഭൂമിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ് മതബോധന അധ്യാപകർ. 6 ദിവസവും ജോലി ചെയ്ത് 7-ാം ദിവസം അവർ പള്ളിയിൽ വന്ന് കുഞ്ഞുങ്ങൾക്ക് മതബോധനം പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് മതബോധന അധ്യാപകരുടെ ഉന്നമനത്തിന് വേണ്ടി, മതാധ്യാപകരുടെ നല്ല ജീവിതത്തിന് വേണ്ടി നമുക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് അവരെ കുറച്ചും കൂടി ഒന്ന് അവരുടെ കുടുംബജീവിതത്തോടെ അവരുടെ ഭൗതിക ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. സഭയുടെ ശുശ്രൂഷകരുടെ ഒരു പ്രത്യേകത, അത് വേതനം വാങ്ങി അല്ലെങ്കിൽ ശമ്പളം വാങ്ങി നിർവഹിക്കേണ്ട ഒരു ശുശ്രൂഷ അല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സീറോ മലബാർ സഭയുടെ പാരമ്പര്യങ്ങളും ഒക്കെ വെച്ച് ചിന്തിക്കുമ്പോൾ അതുകൊണ്ടാണ് വൈദികരുടെ ശമ്പളം എന്നല്ലല്ലോ പറയുന്നത്, അവരുടെ വേതനം എന്ന് പറയുന്നതിന് അവരുടെ പ്രതിഫലമാണ് നമ്മൾ അങ്ങനെ. അതുപോലെ തന്നെ കൈക്കാരന്മാർക്ക് നമ്മുടെ ഒരു ഇടവകയിലും നമ്മൾ അവർക്ക് ഒരു പ്രതിഫലവും കൊടുക്കാറില്ല. അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് യോജിച്ച് സഹായിച്ച് അവരുടെ ഒരു സമർപ്പണമായിട്ട് കരുതി, ഒരു ശുശ്രൂഷയായിട്ട് കരുതി അതിനെ കൊണ്ടുപോകുന്ന ഒരു ശൈലിയാണ് പരമ്പരാഗതമായിട്ട് നമുക്കുള്ളത്. അത് എന്തെങ്കിലും പണം കൊടുത്ത് അവരുടെ ശുശ്രൂഷകളെ ഒന്ന് മെച്ചപ്പെടുത്തുക എന്നതിനപ്പുറത്ത് എനിക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസപരമായ ആ കഴിവ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു, വരും തലമുറയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് ആ ശൈലി. നാളിതുവരെയും നമ്മൾ ഉദാഹരണത്തിന് ജോർജ് പറഞ്ഞ ചോദ്യത്തിന് എനിക്ക് ഒരു ബദൽ ചോദ്യം ചോദിക്കാനുള്ളത്, നാളിതുവരെയും നമ്മുടെ വിശ്വാസ പരിശീലകർക്ക് നമ്മൾ കൊടുക്കാതിരുന്നതിൻ്റെ പേരിൽ അവർ ചെയ്ത ഉത്തരവാദിത്തങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല, ഒന്നുമില്ല. തീർച്ചയായിട്ടും. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, ഗവൺമെൻറ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ്റിനോട് കൂടെ സഹകരിച്ചുകൊണ്ട് അത് നമുക്ക് ചെയ്യാവുന്ന ഒരു നന്മയാണ്, അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു നന്മയാണ്. അത്തരം ഒരു ഇടപെടൽ KCPC-യോ അല്ലെങ്കിൽ സീറോ മലബാർ സഭയോ, എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ കൂടുതൽ അവരുടെ ഒരു റോള് സമൂഹം അതായത് അവർ വിശ്വാസപരമായി കൊടുക്കുന്ന ആ ഇടവകയ്ക്ക് കൊടുക്കുന്ന വലിയൊരു സംഭാവനയുണ്ട്. തീർച്ചയായിട്ടും. കാരണം മറ്റ് ജോലി തിരക്കുകൾക്കിടയിൽ നിന്നാണ് ഈ ഞായറാഴ്ചത്തെ വിശ്വാസ പരിശീലനത്തിന് ഇവർ തയ്യാറായി മുന്നോട്ട് വരുന്നത് എന്നുള്ളത് ഒരു വൈദികൻ
വൈദികനായിട്ട് നിന്നുകൊണ്ട് ആ ഇടവകയിൽ ചെയ്യുന്ന സേവനം അതിനെ നമ്മൾ പരിഗണിക്കുന്നു എന്നതുപോലെ തന്നെയാണ് ഒരു വിശ്വാസ പരിശീലന അധ്യാപകൻ വലിയ ഒരു ഉത്തരവാദിത്വമാണ് എന്ന റോളുകളെ നമ്മൾ കുറച്ചുകൂടി അതിനെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, അവരെ ഇടവകയിൽ നമ്മൾ അങ്ങനെ അംഗീകാരങ്ങൾ കൊടുക്കുക, അവരെക്കുറിച്ച് നല്ലത് പറയാൻ പറ്റുക, അവർ ചെയ്ത സേവനത്തെ പരിഗണിച്ചുകൊണ്ട് അവരുടെ മക്കൾക്ക്, അത് ഞങ്ങൾ പല രൂപതകളും ചെയ്യുന്നതാണ്, അവരുടെ മക്കൾക്ക് കോളേജുകളിലോ സ്കൂളിലോ ഒരു നിയമനം വരുമ്പോൾ കൂടുതൽ പരിഗണനകൾ നൽകുക, വെയിറ്റേജ് കൊടുക്കുക. അവർ ചെയ്ത സേവനം അത് നമ്മൾ പല ഇടവകളിൽ ചെയ്യാറുണ്ട്. കൈക്കാരന്മാർ, ദേവാലയ ശുശ്രൂഷികൾ, അതുപോലെ തന്നെ വിശ്വാസപരിചയമുള്ള അധ്യാപകർ, അങ്ങനെയുള്ളവരുടെ മക്കൾ വരുമ്പോൾ അവർക്ക് വെയിറ്റേജ് കൊടുക്കുക. അപ്പോൾ അവർ കൊടുക്കാവുന്ന, നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രത്യേക ഒരു കാര്യമാണ് അവരെ ആ രീതിയിൽ പരിഗണിക്കുക എന്നുള്ളത്. അവർക്ക് അംഗീകാരങ്ങൾ കൊടുക്കുക. അതോടൊപ്പം തന്നെയാണ് അതിൻ്റെ പേരിൽ ഒരു അനുഗ്രഹം അവർക്കുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ അവർ ചെയ്ത നന്മയുടെ ഫലമായി അവരുടെ കുടുംബത്തിൽ ഒരു അനുഗ്രഹമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലരും കൈക്കാരന്മാർ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ എന്തുമാത്രം ത്യാഗം ചെയ്ത് ജീവിക്കുന്ന ഓരോ കൈക്കാരന്മാർ നമ്മുടെ ഇടയിൽ കാലാകാലം കമ്മിറ്റിക്കാർ. പിതാവിനറിയാമല്ലോ, അപ്പോൾ ആദ്യകാലത്ത് ഇവിടെ ഒന്നുമില്ലായ്മയിൽ വീട്ടിൽ പട്ടിണിയാണ്, വീട്ടിൽ കഷ്ടിച്ച് ജീവിച്ചു പോകാനുള്ള ശേഷി പോലും ആകാത്ത കാലത്തും കൈക്കാരന്മാരായി നിന്നുകൊണ്ട് പള്ളിയിൽ പള്ളിപണിയും സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്ന സമയത്ത് അച്ഛനോടൊപ്പം തോളോട് തോൾ ചേർന്ന് 24 മണിക്കൂർ നിന്ന ഒരു വിശ്വാസ സമൂഹം, തീഷ്ണതയുള്ള കൈക്കാരന്മാരുടെ സമൂഹമാണ് ഈ മലബാറിൻ്റെ വളർച്ചയ്ക്ക്. അതെ, തീർച്ചയായിട്ടും അൽമാർ അങ്ങനെ ത്യാഗപൂർവ്വം നിന്നതുകൊണ്ടാണ് നമ്മുടെ ഓരോ വികസന പ്രവർത്തനങ്ങൾ അത് ഇടവക തലത്തിലും അജപാലന രംഗത്തും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അൽമാർ ചേർന്ന് നിന്ന് ത്യാഗബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ടാണ്. അതാണ് നമ്മുടെ അനുഭവം.